കൂട്ടുകാരെ നമ്മളിന്നൊരു പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കക്കയും കൊണ്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പം നമുക്കൊന്ന് കക്ക റോസ്റ്റ് കണ്ടാലോ. ഇത് നമ്മൾ കക്ക ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊന്ന് പുഴുങ്ങിയത് മാറ്റി വെച്ചു. ഇതേ നമ്മുടെ ചൊന്നൂസാണ് കക്ക പൊളിച്ചൊക്കെ എടുക്കുന്നത്, കക്ക ഇറച്ചി എടുക്കുന്നത്. ചൊന്നിന് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ നമ്മൾ കക്കയാണിത്, തൊണ്ടെല്ലാം കളഞ്ഞ് ബാക്കിയുള്ളതാണിത്. ഇനി നമുക്ക് അതിൻ്റെ അഴുക്കുകളെല്ലാം കളഞ്ഞെടുക്കാം. ആ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിടാം. ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അടുത്തത് ഇത് സവാള, ഇഞ്ചി, പച്ചമുളക്, ഇത്തിരി വെളുത്തുള്ളി, കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. ഇതേ നമുക്കൊരു പാൻ എടുക്കാം. അതിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുക് കൂടി പൊട്ടിക്കാം. കടുക് വറ അതിലോട്ട് തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്നൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുക്കാറായിട്ടുണ്ട്. സവാളയൊക്കെ ഇട്ടു. കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സവാള ആയിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മസാല. പിന്നെ ഇവിടെ നമ്മുടെ മുളക് പൊടിയുടെ പകരം നമ്മുടെ ചതച്ച മുളക് എടുത്തേക്കുന്നത്, മറ്റേ ഉണക്കമുളക് എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മസാല എല്ലാം ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ കക്കിറച്ചി വേവിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കക്കിറച്ചി ആയിട്ടുണ്ട്. ഏകദേശം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കക്കിറച്ചി റോസ്റ്റ് ഇവിടെ റെഡി. ഇതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ആഹാ എന്താ ടേസ്റ്റ്.